I was very happy when I came to know my result. എനിക്ക് ഈ വിജയം കിട്ടിയതിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എൻ്റെ മോള് അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കിട്ടിയത്. വൈകിട്ട് 6 മണി 7 മണിയാവും ഒരു വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് അവള് പഠിച്ചു തുടങ്ങും. പിന്നെ അത് ഒരു 9 മണി വരെയും പഠിച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് അലാറം വെച്ച് എഴുന്നേറ്റ് വീണ്ടും പഠിക്കും. പിന്നെ ഇടയ്ക്ക് കിടക്കും, അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണ്. ഞാൻ പ്രതീക്ഷേനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് ലഭിച്ച്. അപ്പൊ അതിൽ ഫസ്റ്റ് ആയിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ പാരൻസ്, പിന്നെ ലക്ഷ്യയിലെ മെന്റേഴ്സ് ആയിക്കോട്ടെ, ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ കൂടെ നിന്നായിരുന്നു. എൻ്റെ പല ഫ്രണ്ട്സും +2 കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രിക്കായിരുന്നു പോയത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞത് അവർ ഡിഗ്രി കഴിഞ്ഞിട്ട് CA വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് CA വരുമ്പോൾ അത് നമുക്ക് ഫൗണ്ടേഷൻ മാത്രമാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ 3 വർഷം കളയണം. അപ്പൊ ഞാൻ ഓർത്ത് CA പഠിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഡിഗ്രി ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ആദ്യം തന്നെ +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ എടുത്തത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ എന്റെ വേറെ സീനിയേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ലക്ഷ്യം തന്നെയായിരുന്നു സജസ്റ്റ് ചെയ്തത്. അവിടുത്തെ മെന്റേഴ്സ് ആയിക്കോട്ടെ, ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ലക്ഷ്യോത്സവം, ഓണോത്സവം, അതിനൊക്കെ പറ്റി ഞാൻ കുറെ വീഡിയോയൊക്കെ കണ്ടായിരുന്നു സീനിയേഴ്സ് കാണിച്ചത്. അപ്പൊ എനിക്ക് തോന്നി ലക്ഷ്യം തന്നെ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. ഞാൻ അങ്ങനെ ലക്ഷ്യം ചൂസ് ചെയ്തു. ലക്ഷ്യം ചൂസ് ചെയ്തതിൽ ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമാണ്.